തിരുവനന്തപുരം അമ്പൂരിയിൽ അച്ഛനെ മകൻ അടിച്ചുകൊന്നു. പ്രദേശവാസിയായ തോമസ് എബ്രഹാം എന്ന 62-കാരനാണ് മരിച്ചത്. ഇയാളുടെ മകൻ ഷാനു തോമസ് അറസ്റ്റിലായി. ഷാനുവിന്റെ വിവാഹ വാർഷികാഘോഷ ദിവസം മദ്യലഹരിയിലായിരുന്നു ഈ കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. അമ്മാവനെയും ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചു. ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തമാശയായിട്ട് അങ്ങനെ പോയി. അത് പിന്നെ വൈകുന്നേരമായപ്പോഴത്തേക്കും അത് അധികം രൂക്ഷമായി. മോൻ വിടരുത് അങ്ങനെ പിന്നെ രാത്രി 9:30 ചെന്നതാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വയലൻ്റായി. നമ്മൾ എന്നെ ജില്ല ചെയ്യുന്നത് എന്തിനാ വേറെ ചെയ്യേണ്ട കാര്യമില്ല, നീ എന്നെ ചെയ്യണം അങ്ങനെ നിന്ന് കൊടുത്താം. അവരുടെ വീട്ടിലായിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പോയി കിടന്ന് ഉറങ്ങി ഉറക്കത്തിനിടയിൽ ഇതുപോലെ എൻ്റെ മരിച്ച അളിയെ വിളിച്ച് പറയുന്നു, പെട്ടെന്നാണ് വഴക്കാണ്. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പം അളിയെ പിടിച്ച് തള്ളുക. അങ്ങനെ അളിയെ വീഴുന്നു. ഇവ കത്തി എടുത്ത് വീശി നമ്മൾ നീ എന്നെ വെട്ടിക്കോ, എന്നെ വെട്ടിക്കാൻ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ നിന്ന് കൊടുത്തു. വിവാഹ വാർഷികാഘോഷത്തിൻ്റെ ദിവസമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ മദ്യലഹരിയിലായിരുന്നു ഈ ആക്രമണം എന്നാണ് പറയപ്പെടുന്നത്. അരുൺ മോഹൻ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, എന്താണ് അവിടെ സംഭവിച്ചത്? ഏറെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് ഇന്നലെ ഈ പറയുന്ന അമ്പൂരിൽ ഉണ്ടായത്. രാത്രി 11 മണിയോടുകൂടിയായിരുന്നു ഈ പറയുന്ന അമ്പൂര് തുടിയംകോണത്ത് ഈ പറയുന്ന തോമസ് എബ്രഹാം എന്ന 62-കാരന്റെ വീട്ടിൽ ഒരു കൊല നടക്കുന്നത്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷാനു, ഇത് തോമസിന്റെ മകൻ ഷാനുവിന്റെ 2ാം വിവാഹ വാർഷികമായിരുന്നു. ഇത് സംബന്ധിച്ച ആഘോഷ പരിപാടികൾ അവിടെ നടക്കുകയായിരുന്നു. കുടുംബാംഗങ്ങൾ ചേർന്നുള്ള ഒരു ആഘോഷമാണ് അവിടെ നടന്നത്. അതിനുശേഷം എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്ത് ഷാനുവും ഷാനുവിന്റെ ഭാര്യയും തമ്മിൽ ഉണ്ടായ ഒരു തർക്കം, അത് അമ്മ മിനി ഇടപെട്ടെങ്കിലും സ്ഥിതി ശാന്തമാവാത്തതിനെ തുടർന്ന് മിനിയുടെ സഹോദരനെ, അതായത് ഷാനുവിന്റെ അമ്മാവനെ ആയ വർഗീസിനെ സമീപത്ത് വീട്ടിൽ നിന്ന് വിളിച്ച സമയത്ത് പ്രകോപിതനായി നിൽക്കുന്ന ഷാനു കത്തിക്കൊണ്ട് ഈ പറയുന്ന വർഗീസിനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. 16 കുത്തുകളാണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായെന്നാണ് പോലീസ് പറയുന്നത്. ഈ സമയം ബഹളം കേട്ട് സമീപത്ത് റൂമിലുണ്ടായിരുന്ന ഈ പറയുന്ന ഷാനുവിന്റെ അച്ഛൻ തോമസ് എബ്രഹാം കടന്നു വരുന്നു. ഇദ്ദേഹത്തിന് ജന്മനാൽ കണ്ണു കണ്ടുകൂടാത്തൊരു അവസ്ഥയുണ്ട്, അന്ധതയുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇദ്ദേഹം എത്തുന്ന സമയത്ത് പ്രകോപിതനായി നിൽക്കുന്ന ഷാനു ഇദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആക്രമണത്തിൽ വീഴുന്ന സമയത്ത് പുറന്തലയടിച്ചായിരുന്നു ഇദ്ദേഹം വീണത്. രക്തത്തിൽ വാർന്നു കിടന്ന ഈ പറയുന്ന തോമസ് എബ്രാഹിമിനെയും ഒപ്പം കുത്തേറ്റ് നിൽക്കുന്ന വർഗീസിനെയും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് വെള്ളറടയിലുള്ള ആശുപത്രി എത്തിച്ചെങ്കിലും ഈ തോമസിന്റെ മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും വർഗീസ് ചികിത്സയിലാണ്. എന്താണ് ഇതിനുണ്ടായ പ്രകോപന കാരണങ്ങൾ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായില്ല. എന്തായാലും ഇപ്പോൾ ഷാനു വെള്ളറട പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വർഗീസിന്റെ മൃതദേഹം വിട്ടു നൽകുമെങ്കിലും വരുന്ന ശനിയാഴ്ചയായിരിക്കും മരണാനന്തര ചടങ്ങുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എൽദോ, അരുൺ, അതായത് ഈ ആഘോഷത്തിനിടയിൽ മദ്യപിക്കുന്നു. അപ്പോൾ ഈ തർക്കമുണ്ടായത് അച്ഛനായിട്ടല്ല. അച്ഛൻ അവിടെ കണ്ണു കാണാൻ വയ്യാത്ത ഒരു സാധുവായ മനുഷ്യൻ അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു അയാൾ ലഹരിയിൽ. തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമയം ഈ പറയുന്ന ഷാനുവിന്റെ ഭാര്യ 2 മാസം ഗർഭിണിയാണ്. ഷാനുവിന്റെ ഭാര്യയുമായുള്ള തർക്കത്തിനിടയിൽ ഈ ഷാനുവിന്റെ അമ്മ മിനി ഇടപെട്ടെങ്കിലും സ്ഥിതി ശാന്തമാവാത്തതിനെ തുടർന്നാണ് ഈ പറയുന്ന സഹോദരനെ വിളിച്ചു വരുത്തുന്നത്, വർഗീസിനെയും വിളിച്ചു വരുത്തിയത്. തുടർന്നാണ് ഈ പറയുന്ന സംഘർഷാവസ്ഥയിലും കത്തിക്കുത്തിലും ഒക്കെ എത്തുന്നത്. ഈ സമയത്താണ് എന്താണ് ബഹളമെന്നും ഒപ്പം വീട്ടിലുണ്ടാവുന്ന സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ വേണ്ടി അദ്ദേഹം തോമസ് എത്തുമ്പോഴായിരുന്നു പിടിച്ച് തള്ളിയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും പോലീസ് പറയുന്നത് കസേരയെടുത്ത് അടിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ വാദം. എന്തായാലും ആ ഒരു ഉണ്ടായ സംഘർഷത്തിനിടയിൽ തറയിൽ വീഴുന്ന തോമസിന്റെ തലക്കടിയേറ്റായിരുന്നു അദ്ദേഹം അബോധാവസ്ഥയിലാവുന്നതും തുടർന്ന് ആശുപത്രിയിലെത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. എൽദോ, അമ്പൂരിയിലാണ് അച്ഛനെ മകൻ അടിച്ചു കൊലപ്പെടുത്തിയത്. അമ്മാവനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അമ്പൂരി കുരുവിക്കോണം ഇടിയൻകോളം കല്ലൂർ ഹൗസിൽ തോമസ് എബ്രഹാം 62 വയസ്സാണ് അദ്ദേഹമാണ് മരിച്ചത്. ഷാനു തോമസ് 31 വയസ്സാണ് ഈ മകന്. അയാൾ മദ്യലഹരിയിലായിരുന്നു. ഭാര്യയുമായിട്ടായിരുന്നു തർക്കം. അവരുടെ വിവാഹ വാർഷികം, വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, അതിൻ്റെ ആഘോഷമായിരുന്നു. മദ്യപാനം ഉണ്ടായിരുന്നു. ആ മദ്യപിച്ചതിൻ്റെ ലഹരിയിലാണ് ഗർഭിണിയായിട്ടുള്ള ഭാര്യയുമായി ആദ്യം തർക്കമുണ്ടാകുന്നത്. അത് പിടിച്ചു മാറ്റാൻ അമ്മാവനും അമ്മയും ഒക്കെ ചേർന്ന് ശ്രമിക്കുന്നു. ഇതിനിടയിൽ അമ്മാവനെ കുത്തുന്നു. ഈ ബഹളമൊക്കെ കേട്ടെത്തിയ ആ പാവപ്പെട്ട അച്ഛനെ ഇയാൾ കസേരയെടുത്ത് അടിക്കുന്നു.
അങ്ങനെ അതിദാരുണമായിട്ടുള്ള സാഹചര്യമാണ് അമ്പൂരിയിൽ നിന്ന് അരുൺ മോഹൻ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.